റാമോജി ഫിലിം സിറ്റിയിലെ ഓരോ കോണുകളും ഓരോ ഫിലിം ഫ്രെയിമുകളാണല്ലോ. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അമ്പരിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് സംശയമില്ലാതെ പറയാം, അത് ബാഹുബലി സെറ്റാണ്. സോയാ, നമുക്ക് തുടങ്ങാം അല്ലേ? ഈ ഗേറ്റിൻ്റെ അപ്പുറമാണ് നമ്മൾ കാത്തിരുന്നത് നമ്മുടെ ബാഹുബലി സെറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ബാഹുബലി മൂവീസിലെ എല്ലാ സോങ്സും ഇങ്ങനെ കണ്ടിന്യൂസ്ലി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ആ ഒരു സെറ്റിൽ കയറുമ്പോൾ തന്നെ സിനിമയിലെ സോങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വന്നിട്ട് ആ ഒരു സിനിമയായിട്ട് ബ്ലെൻഡായിട്ട് നമ്മളെ മൈൻഡ് പോകാൻ വേണ്ടി 24/7 അതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നോൺ സ്റ്റോപ്പ് റിപ്പീറ്റായിട്ട് ലൂപ്പിലിട്ട് കേൾപ്പിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിലെ അമ്പലക്കുളമൊക്കെ കാണിക്കുന്ന ഒരു സീനുകൾ അതിവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മഹിഷ്മതി എംപയറിൻ്റെ ഫ്ലാഗ് അവിടെ ദൂരെ പറന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് അവരുടെ ടെമ്പിളായിട്ട് ആ ഫിലിമിൽ കാണിച്ചത് ഈ ഒരു പോർഷനാണ്. ഫിലിമിൽ നമ്മുടെ ദേവസേനയുടെ ജയിലായിട്ട് കാണിക്കത്തില്ലേ, ദേവസേന പൂട്ടിയിടുന്ന ഒരു സ്ഥലം, അതാണ് ഈ ജയിൽ. എല്ലാവരും അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ ദേവസേന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മിനിയേച്ചർ അല്ല, ദേവസേനയുടെ ഒറിജിനൽ ഹൈറ്റിൽ അതിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഉണ്ട്. ഇത് പാർട്ട് 1-ലാണോ 2-ലാണോ നടത്തില്ല, എന്തോ ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്തൊരു സാധനമാണത്. പിന്നെ ഇത് നമ്മുടെ ബാഹുബലി 2-ൽ ബാഹുബലിനെ കിങ്ങായിട്ട് അവർ സെലക്ട് ചെയ്യുന്നൊരു സീനുണ്ടല്ലോ, ക്ലൈമാക്സ്, അത് ഷൂട്ട് ചെയ്തേക്കുന്ന സ്ഥലമാണത്. കുതിരയുടെ അടി നിൽക്കുന്ന ആൾക്കാർ നോക്കിയാൽ മനസ്സിലാവും കുതിരയുടെ ഹൈറ്റ് എത്രമാത്രം വലുതാണ്. അത്രയും വലിയ സെറ്റപ്പിലാണ് ഇവിടെ എല്ലാം ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ പൽവാൽ ദേവൻ്റെ പോത്തും കുട്ടികൾ. ഇവിടെയാണ് കട്ടപ്പ ചെറിയ ബാഹുബലിക്ക് ചോറ് കൊടുക്കുന്നൊരു സീൻ എടുത്തിട്ടുള്ളത്, അതെടുത്ത മരമാണത്. ഇത് നമ്മുടെ ബാഹുബലി കളിച്ചുകൊണ്ടിരുന്ന രഥം ഉണ്ടല്ലോ, അതാണ് ആ രഥം. ഒരു 2-3 ഏക്കറിലൊരു വലിയൊരു സെറ്റ് അങ്ങോട്ടിട്ട് ഫുൾ ബാഹുബലി സിനിമ ഇതിനകത്താണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പൽവാൽ ദേവൻ ബ്രോനെ രാജാവാക്കി കിരീടമൊക്കെ അണിയിക്കുന്നൊരു സീനുണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഈ ഫുൾ സ്ഥലത്താണ്. പിന്നെ അതിൻ്റെ കൂടെ ആ സൈഡിൽ പുള്ളിയുടെ വണ്ടിയും കിടപ്പുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ പുള്ളി യുദ്ധത്തിന് പോകാൻ യൂസ് ചെയ്യുന്ന കാറുണ്ടല്ലോ. ഈ സെറ്റ് കണ്ടപ്പോൾ മനസ്സിലായത് ഈ ഒരു ബ്രഹ്മാണ്ഡ ഫിലിമിന് വേണ്ടി ഒരു വലിയൊരു സെറ്റ് അങ്ങിട്ട് ഫുൾ ഫിലിം ഇതിനകത്ത് അങ്ങ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത. ഓരോ കോർണറിലും ആ മൂവിയുടെ ഓരോ പാർട്ടാണ്. അപ്പോൾ നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത്. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ബാഹുബലി സെറ്റിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് ലണ്ടനിലേക്കാണ്. അതായത് ലണ്ടൻ പോലത്തെ സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നൊരു സെറ്റാണ്. അതിൽ ഒരു 90% പ്ലാസ്റ്റർ ഓഫ് പാരീസ് ബിൽഡിങ്ങുകളാണ്. ബാക്കി ഒരു 10% മാത്രമുള്ള ഒറിജിനൽ ബിൽഡിങ്സ്. ഇവിടെയും ഒത്തിരി സിനിമകൾ എടുത്തിട്ടുണ്ട്, അറിയാലോ. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ടാക്കുന്നവർക്കും ഫോട്ടോ എടുക്കാനുള്ളവർക്കും ഒരു പാരഡൈസ് തന്നെ പറയാൻ പറ്റുന്ന സ്ഥലമാണ്. കാര്യം എവിടെ നോക്കിയാലും കിടിലം ഫ്രെയിംസാണ്. അടുത്തതായിട്ട് മോഷൻ ക്യാപ്ചർ ടെക്നോളജി ആൻഡ് വെർച്വൽ ഷൂട്ടിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഇത് അവർക്ക് പറഞ്ഞു തരാനൊക്കെ അവിടെ ആൾക്കാരുണ്ട്. ഇത് ആഫ്റ്റർനൂൺ വരുന്ന സെഷനിൽ വരുന്നൊരു ഷോ ആണ്. രാവിലെ ഉണ്ടാവാറില്ല, ഉച്ച കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഷോസൊക്കെ അവിടെ നടക്കാറ്. ബാക്കി എന്താണെന്ന് ഈ ലേഡി പറഞ്ഞിരുന്നു നമുക്ക്. मोशन कैप्चर स्टूडियो में आप सभी का हार्दिक स्वागत है. Now look at your front on the top. You can see the blue color cameras called OptiTrack cameras. सामने देखिए ऊपर की ओर जो ब्लू कलर कैमरास दिख रहे हैं उन्हें OptiTrack cameras कहा जाता है. Total there are 16 cameras. Total 16 cameras है. Now look at our artist. She is wearing a special costume with sensor. The white color dots are सेंसर्स, ऑप्टी सेंसर्स. हमारे आर्टिस्ट ने जो कॉस्ट्यूम पहना है उस पर जो व्हाइट डॉट दिख रहे हैं वो सेंसर्स है. उन्हें ऑप्टी सेंसर्स कहा जाता है. कैमरा इज कैप्चरिंग द सेंसर्स. बिकॉज ऑफ दैट ऑन द स्क्रीन अवर आर्टिस्ट शी इज लुकिंग इज इन अवतार कैरेक्टर. कैमरा और सेंसर को कैप्चर कर रहा है, इसलिए हमारे आर्टिस्ट स्क्रीन के ऊपर अवतार कैरेक्टर में दिख रहे हैं. नाउ लुक एट द ब्लू कलर वॉल. पीछे ब्लू कलर का दीवार देखिए. ब्लू कलर वॉल कॉल्ड ब्लू क्रोमा स्क्रीन. बाय टेकिंग द हेड इन द chair also having the same sensors like costume. When our artist lifting the chair on the screen it will look like she is lifting a rock. जब हमारा आर्टिस्ट चेयर को उठाएगी स्क्रीन पे ऐसा लगेगा जैसे वो किसी बड़े पत्थर को उठा रही है. By using this technology so many movies has shot like Hulk, Adipurush, King Kong, Ravan, Robo, Avatar, Spider-Man, Batman, Superman, iMovie 2.0, Jawan, Krish 3, Bahubali 1, Bahubali 2. This is your first attraction, motion capture. Your second attraction will be virtual shoot, where you can see yourself on London.
അവിടെ നമ്മൾ നേരെ അഗെയിൻ ലണ്ടനിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ്. നമ്മുടെ ഉദയനതാരം മൂവിയിലെ അതിൽ ശ്രീനിവാസിൻ്റെ ഒരു സീൻ ഉണ്ടല്ലോ, ടൈഫോയിഡ് പിടിച്ച് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ ആ സീൻസൊക്കെ എടുത്തത് ഈ ഏരിയയിലാണ്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴേക്കും നമുക്കൊരു ഹോസ്പിറ്റൽ, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ സെറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ഷൂട്ടൊക്കെ നടന്നത്, അതായത് ഹോസ്പിറ്റലിലായിട്ട് ഷൂട്ട്സൊക്കെ നടത്താൻ പറ്റിയൊരു ഹോസ്പിറ്റലാണ്. കറക്റ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലേ. ഇതാണ് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് എയർപോർട്ട്. ഫസ്റ്റ് വീഡിയോയിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇറങ്ങിക്കാണുന്നു. അതിതാണ്. ഇവിടെ ഒത്തിരി ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉസ്താദ് ഹോട്ടലിൽ ദുൽഖർ സൽമാൻ്റെ എൻട്രി ഒക്കെ ഉണ്ടല്ലോ, അതിവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. CID മൂസയിൽ ഷൂട്ട് ചെയ്തേക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള സെറ്റാണ് ഇട്ടേക്കുന്നത്. അതായത് റിയൽ എയർപോർട്ടിൽ കാണുന്ന പോലെ ഹെൽപ്പ് ഡെസ്ക്, എൻക്വയറി എല്ലാം വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. മുകളിൽ കണ്ടില്ലേ ഡിപ്പാച്ചർ, അറൈവൽ എല്ലാം കറക്റ്റ് എയർപോർട്ട് പോലെ തന്നെ അവർ ഈ ഡ്യൂപ്ലിക്കേറ്റ് എയർപോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് പ്ലെയിൻ്റെ അകത്തോട്ട് കയറാം അല്ലേ. ഇതാണ് നമ്മുടെ ഓടാത്ത പ്ലെയിൻ്റെ സെറ്റ്. ഇവിടെ വെച്ചിട്ടും കുറേ മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് വെട്ട മൂവിയൊക്കെ ഇവിടെ എടുത്തേന്ന് തോന്നുന്നു. അതൊരു സീനുണ്ടല്ലോ ദിലീപിൻ്റെ, അവിടുത്തെ ആ സ്ക്രീനിൽ ഇവിടെ ഷൂട്ട് ചെയ്ത മൂവീസിൻ്റെ ഓരോ സീൻസ് ഇങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇതേത് മൂവിയുടെ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഈ മൂവിയും ഈ ഒരു സെറ്റിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അഗെയിൻ ബസ്സിൽ കയറി അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രീമിയം ടിക്കറ്റ് എടുക്കാമെങ്കിൽ AC ബസ്സൊക്കെ കിട്ടും കേട്ടോ. ഇത് നോൺ AC ബസ്സാണ്. ബട്ട് നോൺ AC ബസ്സാണ് കുറച്ചുകൂടി നല്ലത്, നമുക്കെല്ലാം വ്യൂ ചെയ്ത് തന്നെ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ രാജസ്ഥാൻ്റെ പിങ്ക് സിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലുള്ളൊരു സെറ്റിലെത്തിയിരിക്കുകയാണ്. അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് ജാപ്പനീസ് സെറ്റിലോട്ടാണ്. ജാപ്പനീസ് ഗാർഡൻ എന്ന് പറഞ്ഞ സെറ്റ്. ഇവിടെയാണ് ജാപ്പനീസ് മൂവീസ് പോലത്തെ സെറ്റ് ഇടാനും അല്ലെങ്കിൽ ചൈനീസ് മൂവീസിൻ്റെ സെറ്റ് ഇടാനും ഒക്കെ പറ്റിയ ആ ഒരു തീമിലുള്ളൊരു ലൊക്കേഷനാണ്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ മൂവിൻ്റെ കുറച്ച് സോങ് സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ജാപ്പനീസ് ഗാർഡനിൽ അത്യാവശ്യം കുറച്ച് നടന്ന് കാണാനുള്ള സാധനമൊക്കെ ഉണ്ട്. എല്ലാം കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത് നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പോവാം. നേരത്തെ പറഞ്ഞ പോലെ ചിലരുടെ പാക്കേജിൽ ലഞ്ച് ഇൻക്ലൂഡ് ആയിരിക്കും, ചിലർക്ക് അല്ലാതെ വാങ്ങിച്ച് കഴിക്കേണ്ടി വരും. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് കഴിച്ചത്. സംഘം എന്ന് പറഞ്ഞിടത്ത് ഒരു വെജ് റെസ്റ്റോറൻറ്റാണ്. അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് അടുത്ത പ്രോഗ്രാംസിന് പോയത്. അടുത്ത് നമ്മൾ കയറിയത് സ്പിരിറ്റ് ഓഫ് റാമോജി എന്ന് പറഞ്ഞൊരു ഷോ കാണാനാണ്. അതൊരു ഡാൻസ് ഷോ ആണ്. ഈ ഷോവിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷൂട്ട് ചെയ്ത കുറേ മൂവീസിൻ്റെ സോങ്സൊക്കെ വെച്ച് ഡാൻസൊക്കെ വെച്ചിട്ട് നല്ലൊരു പ്രോഗ്രാമാണ്. ഇത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അത് ആക്ച്വലി ഇവിടെ തന്നെ വന്ന് കണ്ട എക്സ്പീരിയൻസ് എന്ന കാര്യമായിട്ട് കുറച്ച് ഷോർട്സ് മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ.
ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറോളം ഉണ്ട് ഈ പ്രോഗ്രാം, ഡാൻസ് പ്രോഗ്രാം. അത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് വൈൽഡ് വെസ്റ്റ് സ്റ്റണ്ട് ഷോ എന്ന് പറഞ്ഞൊരു ഷോ കാണാനാണ്. അതൊരു സൂപ്പർ ഷോ ആണ്. കയറിയപ്പോൾ ആദ്യം വിചാരിച്ച് കൊള്ളില്ലെന്ന് വിചാരിച്ചെങ്കിലും അതങ്ങോട്ട് തുടങ്ങി പകുതി ആയപ്പോഴേക്കും സൂപ്പറായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് കാണുമ്പം ഉള്ളൊരു ത്രില്ല് ഇതിലൂടെ കാണിച്ച് കളയേണ്ടെന്നുള്ളതുകൊണ്ട് അത് ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. ബട്ട് സൂപ്പർ ഷോ ആയിരുന്നു. സ്റ്റണ്ട് ഷോയും കഴിഞ്ഞ് നേരെ നമ്മൾ വന്ന് കയറിയത് ഒരു ചെറിയൊരു വണ്ടിക്കകത്ത് കയറിയിട്ട് ഇങ്ങനെ കുറച്ച് അനിമേറ്റഡ് വീഡിയോസൊക്കെ കാണുന്നൊരു റൈഡിന് കയറാനാണ് വന്നത്. ഈ റൈഡിൻ്റെ പേരെന്താണെന്നും എനിക്കറിയില്ല. ഇതിങ്ങനെയാണ്, നിങ്ങൾ കണ്ടു നോക്കുക. ഇങ്ങനെ പോവും, ഒരു വണ്ടിക്കകത്ത് കയറി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറേ അനിമേഷനൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് സ്കെയറി ഹൊറർ ടൈപ്പ് അങ്ങനെയൊന്നും അല്ല, അല്ലാതെ ഒരു സാധനം പോസിറ്റീവായിട്ട് കാണാൻ പറ്റിയൊരു റൈഡ്. ഫൈനലി ആ റൈഡും കഴിഞ്ഞ് നേരെ ഒരു കോഫിയും കുടിച്ചിട്ട് ഒരു സോവനിയർ ഷോപ്പുണ്ട്, അവിടെ കയറിയിട്ട് നാട്ടിലുള്ള ഫ്രണ്ട്സിന് വേണ്ടി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലുള്ള നിൽപ്പായിരുന്നു. കാര്യം എല്ലാ സൈഡിലും ഓരോ ഷോസ് നടക്കുന്നുണ്ട്. മാജിക് ഷോസ് നടക്കുന്നുണ്ട്, അല്ലാതെ സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട്, തിയേറ്റർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ പോയാലും നമുക്ക് എന്തെങ്കിലും ഷോ കാണാൻ പറ്റും. ഇവിടെ നമ്മോട് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു വാട്ടർ തീം പാർക്കും അതിൻ്റെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഈവനിങ് ഒരു 7:30 കൂടി നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തിരിച്ചെത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ see you guys in the next one.